ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ കൂടുതൽ വെൽത്ത് ഉണ്ടാക്കുന്നത്, അതോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണോ? മിക്ക ആളുകളും ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ റിട്ടേൺസ് നൽകുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. വലിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മാർക്കറ്റിനോടുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഡ്വൈസ് കേട്ടുകൊണ്ടായിരിക്കും. അവർക്ക് മിക്കപ്പോഴും ഫൈനാൻഷ്യൽ ഗോൾസ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക, അവർ റിട്ടേൺസ് ആണ് എപ്പോഴും നോക്കുന്നത്. അവസാനം വെൽത്ത് ഉണ്ടാക്കുന്നതിന് പകരം ക്യാഷ് പല വഴിക്ക് ചിതറിപ്പോവും. 23 വർഷത്തെ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ അനുഭവത്തിൽ ഞാൻ എൻ്റെ ക്ലയൻസിനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എവിടെ ചെയ്യണമെന്നല്ല, ഈ ലംസം എമൗണ്ട് എവിടെ നിന്ന് വന്നു എന്നതാണ്. കാരണം ചിലപ്പോൾ ആ എമൗണ്ട് വന്നേക്കുന്നത് ഒരു പ്രോപ്പർട്ടി സെയിൽ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് വഴിയായിരിക്കാം, ചിലപ്പോൾ ഒരു ബിസിനസ് സെയിൽ ചെയ്തിട്ടായിരിക്കും അവർക്ക് ക്യാഷ് വന്നേക്കുന്നത്. അപ്പോൾ ഓരോ സോഴ്സിനും വ്യത്യസ്തമായിട്ടുള്ള പ്ലാനിങ് ആവശ്യമാണ്. അതിനുശേഷമാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഗോൾസ് മനസ്സിലാക്കി ഇത് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണോ അതോ അതിൻ്റെ കോമ്പിനേഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ അതോ SIP ആണോ, ഇത് തമ്മിൽ കോമ്പറ്റീഷൻ ഒന്നുമില്ല. ശരിയായിട്ടുള്ള വിന്നർ ആരോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ്. അപ്പോൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യരുത്, ഗോൾസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോഴാണ് മണി വെൽത്ത് ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണോ, അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 1-on-1 കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തോളൂ.